അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഗാങ്സ്റ്റർ കോമഡി മൂവിയാണ് ആവേശം. സിനിമയുടേതായി പുറത്തു വന്നിട്ടുള്ള സോങ്സിൽ നിന്നും പോസ്റ്റേഴ്സിൽ നിന്നുമെല്ലാം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഫാഫയെ കാണാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആവേശത്തിന് ഓൾറെഡി നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പിനോട് ഒരു പരിധിവരെ നീതി പുലർത്തിയാൽ നല്ലൊരു എന്റർടൈനർ മൂവിയായി തന്നെയാണ് ആവേശം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂരിലെ ഒരു കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന 3 കൂട്ടുകാർ സീനിയേഴ്സിന്റെ റാഗിങ്ങിന് ഇരയാകേണ്ടി വരുന്നതും അതിനുശേഷം അതിന് പ്രതികാരത്തിനായി അവർ ഒരു ഗുണ്ടയെ തപ്പിയിറങ്ങുന്നതും അവർക്കിടയിലേക്ക് രംഗയും അംബാനും എത്തുന്നതും അവരുടെ ജീവിതം അതിനുശേഷം മാറി മറിയുന്നതുമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ടായി വരുന്നത്. രോമാഞ്ചം പോലെ തന്നെ കഥയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇൻസിഡന്റുകളിൽ പ്രാധാന്യം ചെലുത്തി കൊണ്ടുപോകുന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു സ്പൂഫ് സിനിമയെ അനുസ്മരിപ്പിക്കും വിധം വളരെ എന്റർടൈനിങ് ആയി തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർവെല്ലിനോടനുബന്ധിച്ച് വരുന്ന സീക്വൻസുകളിൽ സിനിമയുടെ സ്കെയിൽ തന്നെ മാറുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. വളരെയധികം എന്റർടൈനിങ് ആയി പോയിരുന്ന ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ സിനിമ കുറച്ച് ഡ്രാഗ് ആവുന്ന കാഴ്ചയും അതിനുശേഷം സിനിമ വീണ്ടും ട്രാക്കിലാവുന്നതും അത് ക്ലൈമാക്സിനോടനുബന്ധിച്ച് ടോപ്പ് ഗിയറിലേക്ക് പോകുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിച്ചു. ആവേശത്തിലെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിപ്സ്റ്റർ, റോഷൻ ഷാനവാസ്, മിഥുൻ ജയശങ്കർ എന്നിവരുടെ കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ട് ആയപ്പോൾ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് സജിൻ ഗോപി ചെയ്ത അംബാൻ എന്ന കഥാപാത്രമായിരുന്നു. 1-2 സീനുകളിൽ മാത്രം വന്നു പോകുന്ന മൻസൂർ അലിഖാൻ തനിക്ക് കിട്ടിയ വേഷം ഒട്ടും മോശമാകാതെ തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഡൗൺ ആകുന്ന സാഹചര്യത്തിലും ആവേശത്തെ ഒറ്റയ്ക്ക് താങ്ങി നിർത്തുന്നത് രംഗണ്ണനായി വന്ന ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ജിത്തു ഫഹദിലെ ഫാഫ എന്ന ഐഡന്റിറ്റിയെ അഴിഞ്ഞടം വിട്ട പോലെയായിരുന്നു വെങ്കടൻ എന്ന ക്യാരക്ടറിനെ അദ്ദേഹത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന വെങ്കണ്ണന്റെ പീക്ക് ലെവൽ പെർഫോമൻസിലും ഫഹദ് ഫാസിൽ എന്ന പെർഫോമറുടെ സിഗ്നേച്ചർ വളരെയധികം എവിഡന്റ് ആയി കാണാൻ സാധിച്ചിരുന്നു. കുഷൻ ഷിഹാബിന്റേതായി പുറത്തു വന്നിട്ടുള്ള എല്ലാ സോങ്സും ബിജിഎം സിനിമയ്ക്കൊരു സദേൺ സൗണ്ട് വൈബ് നൽകുന്നതിലും സിനിമയുടെ ടോണിനോട് ചേർന്ന് നിൽക്കുന്നതിലും വളരെയധികം നീതി പുലർത്തി എന്ന് വേണം പറയാൻ. അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ അദ്ദേഹം എല്ലാ സോങ്സും ബിജിഎംസും സിനിമയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സനീർ താഹിറിന്റെ സിനിമാറ്റോഗ്രാഫിയും വിവേക് ആഷന്റെ എഡിറ്റിംഗും സിനിമയ്ക്കൊരു ഗ്രാൻഡ് ഫീൽ നൽകുന്നതിൽ സഹായിച്ചു എന്ന് വേണം പറയാൻ. അവസാനമായി കുറച്ചധികം റിസ്ക് എലമെന്റ്സ് ഉള്ള ഈ സിനിമയെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ വളരെ എന്റർടൈനിംഗ് ആയി ചെയ്തു വെച്ചതിൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ജിത്തു മാധവൻ വളരെ വലിയ കയ്യടി അറിയിക്കുന്നു വേണം പറയാൻ. ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ ഫാഫയുടെ രാജമാണിക്യമായി മാറട്ടെ ആവേശത്തിലെ രംഗണ്ണൻ എന്ന ക്യാരക്ടർ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.